വടകര മണ്ഡലത്തിൽ വലിയ ആത്മവിശ്വാസത്തിലാണെന്ന് LDF സ്ഥാനാർത്ഥി കെ ശൈലജ. എല്ലായിടത്തും ജനങ്ങളുടെ വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നും കെ ശൈലജ മീഡിയ വണ്ണിനോട് പറഞ്ഞു. വടകരയിലെ LDF സ്ഥാനാർത്ഥി കെ ശൈലജ ടീച്ചർ ഇപ്പോൾ മൂന്നാം ഘട്ട പര്യടനത്തിലാണ്. ടീച്ചറെ എങ്ങനെയുണ്ട് ഇത്രയും ദിവസത്തെ ഒരു പര്യടനത്തിന്റെ ഒരു? വളരെ നല്ല അനുഭവം. എല്ലാം മിക്കവാറും പരിചയമുള്ള ആളുകളാണ്, പരിചയമില്ലാത്തവരെയും കാണുന്നുണ്ട്. വളരെ ആവേശകരമായിട്ടുള്ള, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവമാണ് മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഈ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ കൂത്തുപറമ്പിൽ നിന്ന് പലതവണ നിയമസഭയിലേക്ക് എത്തിയ ഒരാളാണ്. അപ്പോൾ ആ കൂത്തുപറമ്പ് ഉൾപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അതെ, ഈ ഞാൻ കൂത്തുപറമ്പിൽ നിന്നാണ് MLA മന്ത്രിയായത്. ആദ്യം കൂത്തുപറമ്പിലാണ് ഞാൻ MLA ആയത്. പക്ഷേ ആ കൂത്തുപറമ്പല്ല, ഇപ്പം മണ്ഡലം വിഭജനം വന്നപ്പോൾ പഴയ പെരിങ്ങളം മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ഇതിൽ കൂടുതലുള്ളത്. രണ്ടാമതും ആ മണ്ഡലത്തിലാണ് ഞാൻ മത്സരിച്ച് ജയിച്ചത്. ആ സമയത്താണ് ഞാൻ മന്ത്രിയായത്. അതുകൊണ്ട് ഈ മണ്ഡലത്തിൻ്റെ ഭാഗങ്ങളെല്ലാം എനിക്ക് വളരെ സുപരിചിതമാണ്. അതുമാത്രമല്ല, തലശ്ശേരിയുണ്ട് തൊട്ടടുത്ത്, പിന്നെ നാദാപുരം, കുറ്റ്യാടി, ഈ മേഖലയെല്ലാം തന്നെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അധികവും വരുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് എവിടെയും അങ്ങനെ ഒരു പരിചയമില്ലാത്തൊരവസ്ഥയും മണ്ഡലത്തിൽ എവിടെയും ഇല്ല. ഞങ്ങളുടെ മേഖല തന്നെയാണ്. അതുകൊണ്ട് ആത്മവിശ്വാസം കൂടി ഉണ്ടാവും. തീർച്ചയായിട്ടും ജനങ്ങളെല്ലാം വളരെ അനുകൂലമാണ്. എന്തായാലും നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. ടീച്ചർക്കൊപ്പം എപ്പോഴും സ്ത്രീകളെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. സ്ത്രീകളും പുരുഷന്മാരിലുണ്ട്. പക്ഷേ ഞാൻ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. യൂണിറ്റ് സെക്രട്ടറി മുതൽ അങ്ങനെ വന്നതാണ്. ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് അന്ന് മഹിളാ ഫെഡറേഷനാണ്. കേരള മഹിളാ ഫെഡറേഷൻ്റെ യൂണിറ്റ് സെക്രട്ടറി, അതുപോലെ സോഷ്യലിസ്റ്റ് യൂത്ത് ഫെഡറേഷനായിരുന്നു അന്ന് KSYF യൂണിറ്റ് പ്രസിഡൻറ്റ്. ഇത് രണ്ടും ഒരേ സമയത്ത് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ വരുന്നത്. SFIയിൽ കുറച്ച് കാലം ഉണ്ടായിട്ടുള്ളൂ. SFIയുടെ ഒരു ഏരിയ വൈസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഈ യൂത്തിലും മഹിളയിലും ഇങ്ങനെ യൂണിറ്റ്, പിന്നെ വില്ലേജ്, ഏരിയ, ജില്ലാ കമ്മിറ്റി, അങ്ങനെ പടിപടിയായിട്ട് വന്നതാണ്. അത് കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം എൻ്റെ സന്തത സഹചാരികളാണ്. മാത്രമല്ല, എവിടെ ചെന്നാലും സംഘടനാ പ്രവർത്തകരൊന്നും അല്ലാത്ത സ്ത്രീകളും ഇത് ഞങ്ങളുടെ ടീച്ചറാണ്, സ്ത്രീകൾക്ക് വേണ്ടി പറയുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്നേഹം കാണുന്നുണ്ട്. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. അതിനാണല്ലോ ഞങ്ങൾ ഇത്രയും നാൾ പ്രവർത്തിച്ചത്. ഓക്കെ ടീച്ചർ, അപ്പോൾ എല്ലാവിധ ആശംസകളും. ഇനിയും കുറച്ച് ദിവസം കൂടി ഓടണം എന്നുള്ള ഇതുണ്ടോ? സാരമില്ല, കാരണം അത്രയധികം ആളുകളെ കാണാമല്ലോ. നല്ല വെയിലുണ്ട്, എന്നാലും ഞങ്ങളെല്ലാം എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എളുപ്പമായാലും ഞങ്ങൾക്ക് വിരോധമില്ല. തെരഞ്ഞെടുപ്പ് നേരത്തെ നടന്നാലും ഞങ്ങളെല്ലാ ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം നീണ്ടുപോയതുകൊണ്ട് ഞങ്ങൾക്ക് വല്ലാത്ത മനപ്രയാസമൊന്നുമില്ല. അത്രയും ആളുകളുടെ അടുത്ത് കൂടി ചെല്ലാമല്ലോ എന്നുള്ളതാണ്. രണ്ടിനും അതിൻ്റെതായിട്ടുള്ള പോസിറ്റിവിറ്റി ഉണ്ട്. ഈ വെയിൽ എങ്ങനെയുണ്ട്? നല്ല വെയിലെന്ന് വെച്ചാൽ അറിയാമല്ലോ, ഇത്തവണ നല്ല ഏറ്റവും കൂടുതൽ ചൂടുണ്ടായിട്ടുള്ള ടെമ്പറേച്ചർ ഉണ്ടായിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് 12 മണി മുതൽ 3 മണി വരെ പ്രചരണം നിർത്തിവെക്കണം എന്ന് ഞങ്ങൾ തീരുമാനമൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ ചില ദിവസങ്ങളിൽ അത് നടക്കാതെ അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. കാത്തു നിൽക്കുന്ന ആളുകളുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ കഴിയാതെ വന്നാൽ അത് കണക്കാക്കാതെ പോകും. പക്ഷേ നല്ല വെയിലത്ത് ആ സമയത്ത് ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ.